ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെ 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ്. ഈ ഒരു വായ്പ നൽകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ്, ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വായ്പ വേണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും, അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും, കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിപൊളി പദ്ധതി വരാൻ പോകുന്നുണ്ട്. 30 വർഷ തിരിച്ചടവ് കാലാവധി 20 ലക്ഷം രൂപ പലിശരഹിതമായിട്ട് വീട് വെക്കാൻ വേണ്ടി നൽകുന്ന ഒരു വായ്പയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞങ്ങൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജായ V1 മലയാളം എന്ന് പറയുന്ന പേജ് എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ 20 ലക്ഷം രൂപ വായ്പ നൽകുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പേഴ്സണൽ ലോണിന്റെ വിശദാംശങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം. ഇത് ഗൂഗിൾ ബ്രൗസറാണ്. നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് താഴെ വന്നിരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജായ V1 മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ്സ് www.southindianbank.com എന്നാണ്. നമുക്കിവിടെ കാണുന്ന പേഴ്സണൽ ലോൺ ഫ്രം സൗത്ത് ഇന്ത്യൻ ബാങ്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് വന്നത്. ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എക്സ്പീരിയൻസ് നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ്. ഇവിടെയായിട്ട് SIB പേഴ്സണൽ ലോൺ, SIB എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇവർ അവകാശപ്പെടുന്ന അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ക്വിക്ക് ഡിസ്പേഴ്സൽ, എത്രയും പെട്ടെന്ന് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ലോൺ തുക എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഹാസൽ ഫ്രീ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ, ഡിജിറ്റലായിട്ടാണ് എല്ലാ ഡോക്യുമെന്റ്സ് ആവശ്യം. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, പേപ്പർ വർക്കോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി. റീപേയ്മെന്റ് ടെന്യൂർ അപ് ടു 5 years. ഇത് തിരിച്ചടവ് കാലാവധി വരുന്നത് 5 വർഷം വരെയുണ്ട്. ഇൻസ്റ്റന്റ് ലോൺ വിത്തൗട്ട് ഡോക്യുമെന്റേഷൻ ഫോർ പ്രീ അപ്രൂവ്ഡ് കസ്റ്റമേഴ്സ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ SIB പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പർപ്പസ്, ഈ ഒരു ലോണ് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. പേഴ്സണൽ യൂസ് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോൺ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, ട്രാവൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, യാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അസറ്റ് പർച്ചേസ്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെപ്റ്റ് കൺസോളിഡേഷൻ എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വായ്പ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ, കാപ്പെക്സ് മാർജിന്, കോഴ്സി ക്യാപിറ്റൽ, ഡെപ്റ്റ് കൺസോളിഡേഷൻ എക്സെട്ര. ഇനി ടാർഗറ്റ് കസ്റ്റമേഴ്സ്, സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ഒരു വായ്പ നൽകുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലുള്ള നമുക്ക് നോക്കാം. എംപ്ലോയീസ് ഫോർ ഗവൺമെന്റ് എംപ്ലോയികൾക്ക് കൊടുക്കുന്നുണ്ട്. PSU ജോലി ചെയ്യുന്ന ആളുകൾക്ക്, MNC ജോലി ചെയ്യുന്ന ആളുകൾ, ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് റെപ്യൂട്ടഡ് കമ്പനി, വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ഒരു വായ്പ നൽകുന്നുണ്ട്. പിന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പിന്നെ SENP സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക്, നോൺ പ്രൊഫഷണൽസ്, മാനുഫാക്ചേഴ്സ്, ട്രേഡേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വായ്പ നൽകുന്ന. SEP സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഡോക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. CA, CS, ICWA, ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ
നോൺ റെസിഡന്റ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, പ്രവാസികൾക്ക്, വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റും നമുക്ക് നോക്കാം. മിനിമം 21 വയസ്സ്, മാക്സിമം 60 വയസ്സ്. എന്ന് വെച്ചാൽ 21 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവർ വായ്പ നൽകുന്നത്. അത് സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക്. സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ 65 വയസ്സ് വരെ സമയമുണ്ട്. എമൗണ്ട് മിനിമം 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ മുതലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ വായ്പ നൽകുന്നത്. മാക്സിമം എമൗണ്ട് അപ് ടു 20 lakhs ആണ്. 20 ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ ഒരു വായ്പ നൽകുന്നത്. ഇതിന്റെ ലോണിന്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് മിനിമം 12 മാസമാണ്. മാക്സിമം 60 മാസം. 12 മാസം മുതൽ 60 മാസം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മിനിമം സിബിൽ സ്കോർ നോക്കുന്നുണ്ട്. മിനിമം ക്രെഡിറ്റ് സ്കോർ, മിനിമം സിബിൽ സ്കോർ പറയുന്നത് 740 മുകളിലാണ്. 740 മുകളിൽ സിബിൽ സ്കോർ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു വായ്പ നൽകുകയുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ. അപ്പൊ സിബിൽ സ്കോർ എന്താണെന്നും സിബിൽ സ്കോർ എങ്ങനെയാണ് നമുക്ക് സൗജന്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുകയെന്നും അത് സിബിൽ സ്കോർ എങ്ങനെയാണ് ഉയർത്തുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു ലിങ്ക് വേണ്ട ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് നോർമൽ, അതുപോലെ തന്നെ ബിസിനസ് വിൻറ്റേജ്. മിനിമം 2 years ഓഫ് ടോട്ടൽ എംപ്ലോയ്മെന്റ് വിത്തിൻ മിനിമം 1 year ഇൻ കറന്റ് എംപ്ലോയ്മെന്റ്. അപ്പോൾ നമ്മൾ മിനിമം 1 വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഒരു ലോൺ ലഭിക്കുകയുള്ളൂ. ബിസിനസ് വിൻറ്റേജ് ആണെങ്കിൽ മിനിമം 3 years. നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ മിനിമം 3 വർഷമായ ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ. അതർ നോംസ് RS 25,000 ഗ്രോസ് ഇൻകം. മാസം 25,000 രൂപ വരുമാനമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക? ഈ ഒരു വായ്പ ലഭിക്കുക. പിന്നെ അതുപോലെ തന്നെ കോ ആപ്ലിക്കൻറ്റും നിർബന്ധമാണ്. പ്രോസസിംഗ് ഫീസ് 1% ഓഫ് ലോൺ എമൗണ്ട് സാലറീഡ് ആൻഡ് 2% ഓഫ് ലോൺ എമൗണ്ട് ഫോർ സെൽഫ് എംപ്ലോയിഡ്. 1% മുതൽ 2% വരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട്. പ്രീ പേയ്മെന്റ് ചാർജ് 5% ഉണ്ട്. പ്രീ പേയ്മെന്റ് പ്രീ ക്ലോഷർ ചാർജ് ഈടാക്കുന്നുണ്ട്. പ്രീ പേയ്മെന്റ് ചാർജ് ആണെങ്കിൽ 5%, പ്രീ ക്ലോഷർ ചാർജ് ആണെങ്കിൽ 5%. EMI അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ചാർജ് വരുന്നുണ്ട്. 750 പ്ലസ് GST ആണ് എന്ത് ചെയ്യുന്നത്? EMI ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ 750 പ്ലസ് GST എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഫൈൻ ഈടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെക്ക് ആൻഡ് ECS സ്വാപ്പ് ചാർജ് RS 500 പ്ലസ് GST ആണ്. ഇനി നമുക്ക് ഇതിന് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് നമുക്ക് നോക്കാം. സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫ് നിർബന്ധമാണ്. അഡ്രസ് പ്രൂഫ് നിർബന്ധമാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമാണ്. ലാസ്റ്റ് 3 മാസത്തെ പേ സ്ലിപ്പ് നിർബന്ധമാണ്. ലേറ്റസ്റ്റ് ഫോം 16 ITR നിർബന്ധമാണ്. ലേറ്റസ്റ്റ് 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് സാലറി ക്രെഡിറ്റ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ആയതിന്റെ തെളിവ്, അത് നമ്മുടെ അവസാനത്തെ 6 മാസത്തെ സാലറി സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ്. ഇനി ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ലേറ്റസ്റ്റ് 2 years ടാക്സ് റിട്ടേൺസ് വേണം, വാലിഡ് ബിസിനസ് പ്രൂഫ് വേണം, ലേറ്റസ്റ്റ് 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ്. ഇനി സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾ, സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് ആണെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലേറ്റസ്റ്റ് 2 years ടാക്സ് റിട്ടേൺസ്, വാലിഡ് രജിസ്ട്രേഷൻ പ്രൂഫ് ആൻഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ലേറ്റസ്റ്റ് 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ നോൺ റെസിഡന്റ് ഇന്ത്യൻസ്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വാലിഡ് പാസ്പോർട്ട് ആൻഡ് വിസ, 12 മാസത്തെ NRI അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, 12 മാസത്തെ NRI അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഓർ സ്പൗസ് ഡൊമസ്റ്റിക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്റ്റിംഗ് NRI റെമിറ്റൻസ് അല്ലെങ്കിൽ ഓവർസീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? വേണം. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, NRIകൾക്കൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്ലൈ ഓൺലൈൻ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. നെയിം ഓഫ് കസ്റ്റമർ പേര് എഴുതുക, പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ടൈപ്പ് ഓഫ് ലോൺ പേഴ്സണൽ ലോൺ ആണെങ്കിൽ അത് കൊടുക്കുക, കസ്റ്റമർ പ്രൊഫൈൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ
പ്രിഫർഡ് ബ്രാഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ബ്രാഞ്ചൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ലോണ് അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കുക. ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല. ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ലോണുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ വേറെ വഴിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ ഞാൻ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.